കേരളത്തിൽ ഒരു സെക്ഷൽ പെർവർട്ട്, ഒരു സെക്ഷൽ ക്രിമിനൽ, സ്ത്രീകളെ കണ്ടാൽ അവരെ ഭോഗിക്കാതെ വിടാൻ തനിക്ക് കഴിയില്ല എന്ന് തെളിയിച്ച ഒരു സെക്ഷൽ ക്രിമിനൽ, ഒരു സെക്ഷണൽ പെർവർട്ട്, ഒരു സെക്ഷൽ സൈക്കോപാത്ത് കേരളത്തിൽ മന്ത്രിമന്ദിരത്തിൽ ഇരിക്കുന്നു എന്നുള്ളത് എന്നെപ്പോലുള്ള പൊതുപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം നേരത്തെ മുതൽ അറിയാവുന്ന കാര്യമാണ്. പക്ഷേ അയാളൊരു സെക്ഷൽ ക്രിമിനലാണെന്നും അയാൾക്ക് ഈ പറഞ്ഞതുപോലെ സ്ത്രീകളെ കണ്ടാൽ സ്ത്രീകൾ ഒരു ഭോഗവസ്തുവാണ് എന്ന് മാത്രം ചിന്തിക്കുന്ന, ഏത് സ്ത്രീയെ കണ്ടാലും അവരെ ഒന്ന് ഭോഗിക്കാതെ വിടാൻ പറ്റില്ല എന്ന് ചിന്തിക്കുന്ന ഒരു സെക്ഷൽ ക്രിമിനൽ കേരളത്തിൻ്റെ മന്ത്രിമന്ദിരത്തിലുണ്ട് എന്നുള്ള കാര്യം നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അയാൾക്കറിയില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നു. ഏതാണ്ട് ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ്, 12 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഗണേഷ് കുമാർ എന്ന് പറഞ്ഞ ഈ പരമ ചെറ്റയുടെ ആദ്യ ഭാര്യ യാമിനി തങ്കച്ചി വന്ന് നടത്തിയ പത്രസമ്മേളനം നമ്മൾ ഓർക്കുന്നില്ലേ സുഹൃത്തുക്കളെ? അന്നെങ്ങനെയാണ് അത് സംഭവിച്ചത്? അന്ന് സോളാർ പരാതിക്കാരിയുടെ ഭർത്താവായിരുന്നു എന്നാണ് വിശ്വസിക്കുന്നത്, ബിജു രാധാകൃഷ്ണൻ. അന്ന് ഇയാളുടെ മന്ത്രിമന്ദിരത്തിൽ വന്ന് അയാളെ ഊടുപാടും ചതച്ച് ചമ്മന്തിയാക്കിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ വിഷയത്തിൽ ഇയാളുടെ ആദ്യ ഭാര്യയെ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരേതാണ്ട് 12 വർഷങ്ങൾക്ക് മുമ്പ് വന്ന് നമ്മളോട് ആ കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞതാണ്.